പീലിക്കുട്ടി സുന്ദരിയായിട്ട് എങ്ങോട്ട് പോകാൻ നിൽക്കുകയാണെന്ന് അറിയാം. അന്ന് പീലിക്കുട്ടിന്റെ അംഗനവാടിയിൽ ഓണം സെലിബ്രേഷൻ ആണ്. അപ്പൊ ഞങ്ങൾ അംഗനവാടിയിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. കുറച്ച് നേരമായി ഞങ്ങൾ റെഡി ആയി പുറത്തേക്ക് ഇറങ്ങുന്ന പീലിക്കുട്ടിന്റെ ഫ്രണ്ട് വേദുവിനെ കാത്തു നിൽക്കുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ വേദു അവന്റെ അമ്മയും വന്നു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അംഗനവാടിയിലേക്ക് ആണെങ്കിൽ ആകെ കുറച്ച് ദൂരേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നടന്നിട്ടാണ് പോണത്. ഞങ്ങൾ നടന്നെത്തിയപ്പോഴേക്കും പീലിക്കുട്ടിന്റെ ബാക്കി ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. എല്ലാവരും എത്തിയിട്ടില്ല കേട്ടോ. ആകെ ഇപ്പൊ 4 പേരെ എത്തിയിട്ടുള്ളൂ. ഞങ്ങൾ വിചാരിച്ചു എല്ലാവരും എത്തുമ്പോഴേക്കും നമുക്ക് പൂക്കളത്തിന്റെ പരിപാടി നോക്കാം. ഒക്കെ അരിഞ്ഞ് സെറ്റ് ആക്കി എടുക്കാന്ന്. ഈ പൂക്കളൊക്കെ ഇങ്ങനെ അരിഞ്ഞെടുക്കണത് കണ്ടപ്പോഴേ പീലിക്കുട്ടിക്കാണെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ കൊള്ളാന്നൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ അധികം ഇങ്ങോട്ട് അടുപ്പിച്ചിട്ടില്ല. കാരണം ഒരാളങ്ങോട്ട് കൂട്ടിക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവരും കൂടെ വരിക, പിന്നെ നന്നായിട്ട് അലങ്കോലാക്കി കിട്ടും. അങ്ങനെ പൂക്കളൊക്കെ അരിഞ്ഞ് കഴിഞ്ഞ് പിന്നെ എല്ലാവരും ലേറ്റ് ആവുന്നത് കണ്ടപ്പോഴും ഞങ്ങൾ ഇനിയും വെയിറ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് പൂക്കളം ഇടാൻ തുടങ്ങി കേട്ടോ. കാരണം ഇനിയും വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മളെ പൂക്കളിടൽ ഇവിടെ കഴിയൂലേ. ഞങ്ങളെല്ലാവരും ഇവിടെ പൂക്കളിടണം തിരക്കിലായപ്പോഴേ തൊട്ടടുത്ത് വേറെയും പണി നടക്കണ്ടേ. നമുക്ക് ഉച്ചക്കേലേക്കുള്ള ചോറും സാമ്പാറും ഞങ്ങൾ അംഗനവാടിയിൽ തന്നെ വെക്കുകയാണ്. അംഗനവാടിയിലല്ല കേട്ടോ, തൊട്ടടുത്ത വീട്ടിലായിട്ട്. പിന്നെ പായസവും ഇവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ള എല്ലാ വിഭവങ്ങളും കുട്ടികളെ അമ്മമാർ കൊണ്ടുവരികയാണ്. അപ്പൊ നമ്മളെ ആന്റിയും പിന്നെ അടുത്ത വീട്ടിലെ ചേച്ചിമാരും എല്ലാവരും ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലുമാണ്. പിന്നെ എപ്പോഴത്തും പോലെ തന്നെ നമ്മൾ തുടങ്ങി വെച്ച ഡിസൈൻ ഒന്നല്ല അവസാനം ആയപ്പോഴത്തേനും ആയതൊക്കെ ഡിസൈനൊക്കെ മാറി വന്നിട്ടോ. ഞാൻ പറഞ്ഞ ഇതുപോലെ ഒരു പ്രോഗ്രാം ഉണ്ടാവും എന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല മടി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം വേറെ ഒന്നല്ല, കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ടീച്ചർ പോയ കാര്യം. ഞങ്ങൾ ടീച്ചർ പെർമനന്റ് അല്ലായിരുന്നു. അപ്പോൾ 6 മാസം കഴിഞ്ഞപ്പോൾ ടീച്ചർ പോയി കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 ആഴ്ച ഞങ്ങൾക്ക് ഇതുവരെയായിട്ടും പുതിയ ടീച്ചർ വന്നിട്ടില്ല. ആരും ഇതുവരെയായിട്ടും ജോയിൻ ചെയ്തിട്ടില്ല എന്നാണ് ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്നത്. അതിനെക്കൊണ്ട് തന്നെ ഇപ്പോൾ ഏറ്റവും വലിയ പാട് ഞങ്ങൾ ചേച്ചിക്കാണ്. കാരണം കുട്ടികളൊക്കെ നോക്കും വേണം, അതേപോലെ അവർക്കുള്ള ഭക്ഷണമൊക്കെ പാകം ചെയ്തെടുക്കും വേണ്ടേ. പോരാത്തതിനാണെങ്കിലും ഇത് വാടകയ്ക്കിട്ട് അതിനെക്കൊണ്ട് ഇപ്പോൾ ഇവിടെ കറണ്ട് ഇല്ല. അതിനെക്കൊണ്ട് ലൈറ്റോ ഫാനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞങ്ങളെല്ലാവരും വിചാരിച്ചത് ഓണാകുമ്പോഴേക്കെങ്കിലും കറണ്ട് കിട്ടുന്നതായിരുന്നു. പക്ഷെ ഇതുവരെ കിട്ടിയിട്ടില്ല. പോസ്റ്റൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പരിപാടി നടത്തണോ വേണ്ടേ എന്നുള്ള ഓരോ കൺഫ്യൂഷനിലായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു ഇപ്പം എന്തായാലും വേണ്ടിയില്ല, നമുക്ക് പരിപാടി നടത്താന്ന്. പിന്നെ സപ്പോർട്ടിന് ഞങ്ങൾക്ക് ചേച്ചിയും കൂടെ ഉണ്ടല്ലോ. ഞങ്ങൾ പൂവിട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ അടുത്ത വീട്ടിലെ ചേച്ചിമാരില്ലേ, നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന ചേച്ചിമാർ പൂവിട്ട് ക്ഷീണിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ചായ കൊണ്ട് തന്നെ. പാവം പണിയെടുത്ത് കഷ്ടപ്പെടുന്നവരാണ്, പൂവിടണം ഞങ്ങൾക്ക് ചായ കൊണ്ട്. ഞാൻ വെറുതെ ഒന്ന് അടുക്കളയിലേക്ക് വന്നപ്പോൾ ഉണ്ട് അതിന് ഭയങ്കര ഇളക്കൽ. ഇത് നമ്മൾ പായസത്തിന്റെ പണിയാണ് കേട്ടോ. എത്രയും നേരം പാവം ചേച്ചി അവിടെ നിന്നിട്ട് പണി എടുക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കണ കറക്റ്റ് ടൈമിൽ ആദ്യം അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് തൊട്ടടുത്ത വീട്ടിലാണ് ചോറ് സാമ്പാറൊക്കെ ഉണ്ടാക്കണത്. നമ്മളെ ചോറൊക്കെ തളിച്ചുണ്ട് കേട്ടോ. അപ്പൊ ചോറ് ഊറ്റുകയാണ് പറഞ്ഞ് ഞങ്ങൾ ആ ചടപ്പ് മാറിയതില്ലേ. ഇവരെയൊക്കെ കണ്ടപ്പോഴാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കുറേ ആളുകൾ ഉണ്ടേനെ. ഇങ്ങനെ നമ്മൾ പൂവൊക്കെ ഇട്ട് കഴിയാനായി. അപ്പോഴേക്കും പിന്നെ എല്ലാവരും വരാൻ തുടങ്ങി കേട്ടോ. അപ്പൊ ഇതാണ് നമ്മള് പൂക്കളത്തിന്റെ ഫൈനൽ ലുക്ക്. പൂക്കളത്തിന്റെ മൊത്തം പണി കഴിഞ്ഞപ്പോ പിന്നെ ഫോട്ടോഷൂട്ടായി. ഇതാ ഞങ്ങൾ ടീച്ചർ വന്നിട്ടുണ്ട് കേട്ടോ, ഷൈനി ടീച്ചർ. പിന്നെ ടീച്ചറും ആന്റിയും മക്കളും എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കലായി. ഇത് ഒരാളെ നിർത്തുമ്പോൾ പിന്നെ ഒരാൾ എങ്ങോട്ടെങ്കിലും നീച്ചു പോകും. അങ്ങനെ എങ്ങനെയൊക്കെയോ പിടിച്ച് എല്ലാത്തിനെയും കൂടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ അമ്മമാരുടെ ഷോ ആണ് കേട്ടോ. ഞങ്ങൾക്ക് പൂവിട്ട് കഴിഞ്ഞെങ്കിലും എല്ലാവരും എന്തൊക്കെയോ നുള്ളി പെറുക്കണുണ്ട് അവിടെ ഇരുന്ന്. ഞങ്ങൾ 8 അമ്മമാരാണുള്ളത്. ഞങ്ങൾ 4 പേരെ എത്തിയിട്ടുള്ളൂ. 4 പേര് പിന്നെ ജോലിക്ക് പോകുന്നുണ്ട്. അതേപോലെ സ്കൂളൊക്കെ പൂട്ടിയതല്ലേ വീട്ടിൽ പോയിട്ടുണ്ട്. അങ്ങനെ പിന്നെ അവർ 4 പേര് എത്തിയിട്ടില്ല. ടീച്ചർ വരുമ്പോൾ പിന്നെ കുട്ടിക്ക് മിഠായി ഒക്കെ കൊണ്ടിട്ടാണ് വന്നത്. അങ്ങനെ മിഠായി കിട്ടിയ സന്തോഷത്തിലാണ് എല്ലാവരും. പിന്നെ ഞങ്ങളെ ഗസ്റ്റ് ആണ്. ഇപ്പൊ ഏകദേശം ഉച്ചയൊക്കെ ആവാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള പരിപാടി നോക്കാം. അങ്ങനെ ഞങ്ങൾ ഇല കഴുകാൻ വേണ്ടിയിട്ട് ധന്യാന്റെ വീട്ടിലേക്ക് വന്നത്. ഞങ്ങൾ വിചാരിച്ച എല്ലാ അമ്മമാരും കൂടെ ഉള്ള ഇല നമുക്ക് തിരുവാതിര കളിച്ച് നോക്കാന്ന്. 2 സ്റ്റെപ്പ് പ്രാക്ടീസ് ചെയ്യായിരുന്നു. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് അവസാനം ഞങ്ങൾ കളിച്ച് ചോറ് തിന്നിട്ട് കളിക്കാന്നുള്ള പരിപാടിയിലേനി. പക്ഷെ എന്താണെന്നറിയില്ല, ഞങ്ങൾ അപ്പം തന്നെ കളിച്ച് ഞങ്ങൾ പണി അങ്ങോട്ട് തീർത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കി എടുത്തതാണെങ്കിൽ എല്ലാവരും നന്നായിട്ട് കളിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ടീച്ചറാണ്, ശീതാടനെയൊക്കെ പഠിപ്പിച്ച ടീച്ചറാണ് കേട്ടോ. ടീച്ചർ നന്നായിട്ട് ഡാൻസ് ഒക്കെ കളിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ഒരു ഡാൻസ് കൂടെ കളിക്കാമെന്ന് പറഞ്ഞിട്ട് സ്റ്റെപ്പൊക്കെ കാണിച്ചു തരുമായിരുന്നു. പക്ഷെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞങ്ങളെല്ലാവരും സൈഡാവാൻ തുടങ്ങി. അങ്ങനെ ഭക്ഷണം വിളമ്പിയിട്ട് ആദ്യം തന്നെ കുട്ടികൾക്കാണ് കൊടുത്തത്. ഇന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന മക്കൾക്കാണെങ്കിൽ ഇന്ന് ഞങ്ങൾ അമ്മമാരെ കണ്ടിട്ടാവും കഴിക്കാൻ വയ്യ. എല്ലാവർക്കും വാരി കൊടുക്കുക മാത്രമല്ല അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ കരച്ചിലും പിഴിച്ചിലും ബഹളം ഒക്കെ ആയിട്ട് വേറെയും. പിന്നെ മക്കളെല്ലാവരും താഴെ ഇരുന്നും കഴിച്ച്, അതുപോലെ ടീച്ചറും ചേച്ചിമാരും എല്ലാവരും ടേബിളിൽ ഇരുന്നിട്ടും കഴിച്ച്. ഭക്ഷണമൊക്കെ നല്ല അടിപൊളിയായിരുന്നു എന്നാണ് ടീച്ചറൊക്കെ പറഞ്ഞത്. കാരണം ഓരോ സാധനങ്ങളും ഓരോ വീട്ടിൽ നിന്നല്ലേ കൊണ്ടുവന്നത്. അപ്പോൾ ഓരോ കൈപ്പുണ്യാണല്ലോ എല്ലാത്തിനും. അപ്പോൾ എല്ലാ സാധനങ്ങളും ഒന്നിനൊന്നിന് മെച്ചാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. ഇതൊക്കെ എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് പിന്നെ അവർക്കുള്ള പായസം കൊടുത്തിട്ട് അവർ നമ്മൾ തിണ്ണേമിന് ശേഷമാണ് പിന്നെ അമ്മമാരും ടീച്ചറും അടുത്തുള്ള ചേച്ചിമാരും ഞങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ വിളമ്പി വെച്ച് പിന്നെ എല്ലാവരും ഇരുന്ന് കഴിച്ചു കിട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും 2 മാസം നിന്നിട്ട് ഈ ഒരു പരിപാടി ക്യാൻസൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ ഒരു സന്തോഷം ഉണ്ടാവില്ലായിരുന്നു. കാരണം മക്കളെല്ലാവരും ഇപ്പോൾ ഭയങ്കര ഹാപ്പിയിലാണ്. പിന്നെയാണ് അംഗനവാടി കലോത്സവത്തിന്റെ പ്രൈസ് കൊടുത്തത്. കലോത്സവം നടന്ന ദിവസം വരെ പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് പ്രോഗ്രാംസ് ഉള്ളതിനെ കൊണ്ട് ഞങ്ങൾ അവിടുന്ന് പ്രൈസ് വാങ്ങാനൊന്നും നിന്നിട്ടില്ല. അപ്പം ഞങ്ങളെല്ലാവരും പ്രൈസ് അംഗനവാടിയിലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഒരുമിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴാണ് എല്ലാവർക്കും കൊടുക്കണത്.
പിന്നെ ആണെങ്കിൽ തൊട്ടടുത്ത വീട്ടിലെ ഒരു ഏട്ടൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ലഡു കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ പരിപാടി ഉണ്ടെങ്കിലും മിഠായി ഒക്കെ കൊണ്ട് കൊടുക്കലുണ്ട് കേട്ടോ ഒരു കുട്ടികൾക്ക്. സദ്യ കഴിച്ച് അതിന്റെ മുകളിൽ മധുരമുള്ള ലഡുവും കഴിച്ചിട്ട് അതിന്റെ മുകളിൽ പായസം കൂടെ കുടിച്ചപ്പോൾ എല്ലാവരും സൈഡായി. മുന്നിലൊരു കട്ടിൽ കണ്ടിക്കുകയാണെങ്കിൽ എല്ലാവരും അവിടെ സൈഡാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ആ ഒരു പരിവായി ഉണ്ട്. അങ്ങനെ നമ്മൾ ഓണപ്പരിപാടി ഏകദേശം കഴിയാനായിട്ടുണ്ട്. പിന്നെ എല്ലായിടത്തും ഒന്ന് വൃത്തിയാക്കി അടിച്ചു വാരലും പിന്നെ പാത്രങ്ങളൊക്കെ മാറ്റി ചേച്ചിമാരാണ് കേട്ടോ പാത്രങ്ങളൊക്കെ കഴുകിയതൊക്കെ. ഇത്രയായിരുന്നു നമ്മുടെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിൽ ലൈക്ക് സപ്പോർട്ട് ചെയ്യണേ.